നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്നാൽ അല്ലെങ്കിൽ ഒരു 5-6 പേർ കൂട്ടമായി വന്നാൽ നമ്മളൊന്ന് എത്തി നോക്കാറുണ്ട്. ഇനി പോലീസുമായി എത്തിയാലോ ഗേറ്റ് തുറന്ന് എന്താണ് കാര്യവിവരങ്ങളെന്ന് തിരക്കാറുണ്ട്. ഇനി അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും ഒന്ന് എത്തിയെങ്കിൽ നോക്കാനുള്ള സാമാന്യ മര്യാദ നമ്മൾ കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ സാധാരണ കാരണം നമ്മുടെ വീടിൻ്റെ മുറ്റത്താണല്ലോ, അന്യൻ്റെ വീടിൻ്റെ മുറ്റത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലേ മലയാളികൾ സാധാരണ എത്തി നോക്കാറുള്ളൂ. എന്നാലും നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ ഇറങ്ങി നോക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയാണ്. എന്നാൽ ഈ മര്യാദയൊന്നും കഴിഞ്ഞ ദിവസം കണ്ടില്ല. സംഭവം മറ്റൊന്നുമല്ല, മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീടിന് മുന്നിൽ കഴിഞ്ഞയാഴ്ച ഇത്തരത്തിൽ തടിച്ചുകൂടുകയും അദ്ദേഹത്തിന് വേണ്ടി ആ വെയിലത്തും മഴയത്തും ഒരുപോലെ മുദ്രാവാക്യം വിളിക്കുകയും എന്തിന് ഒരു പടി കടന്ന് തന്റെ സഖാക്കളോട് അല്ലെങ്കിൽ സഖാവിനോടുള്ള സ്നേഹവും അധിക ബഹുമാനവും ഒക്കെ തന്നെ ഈ അടിമകൾ കാട്ടിയത് അദ്ദേഹത്തെ ഒന്ന് ബുദ്ധിമുട്ടിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കുറച്ച് മണിക്കൂർ നേരത്തേക്ക് ഒന്ന് തടഞ്ഞു വെച്ചിരുന്ന എന്ന് അവർ പറയുന്ന ED ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്ത ഈ 5 പ്രതികളുമായി കഴിഞ്ഞ ദിവസം പോലീസ് വാടക വീടിന് മുന്നിൽ തെളിവെടുപ്പിനായി എത്തിയിരുന്നു. എന്തുപറ്റി നീ ഇവിടെ നിൽക്കുന്നത് എന്നുള്ള സാമാന്യ ചോദ്യം പോലും ചോദിക്കാത്ത രീതിയിൽ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ കതക് കൊട്ടിയടച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അകത്ത് തന്നെ തുടർന്നു. എന്തിനേറെ പറയുന്നത്, ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ പോലും പേരിനൊന്ന് എത്തി നോക്കാൻ അവിടെ ഉണ്ടായില്ല. ഇത് തന്നെ വേണം. എന്നാൽ പ്രതികളുടെ അടുത്ത ബന്ധുക്കളിൽ 1-2 പേർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരെ ഒരു നോക്ക് കാണാനായി അവിടെ എത്തിയിരുന്നു. പക്ഷേ പ്രതികളുടെ മുഖത്തൊന്നും ആദ്യത്തെ ആവേശമൊന്നുമില്ല കേട്ടോ. ആവേശമൊക്കെ കെട്ടടങ്ങി എന്ന് വ്യക്തമാകുന്നു. കാരണം തങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ അപരാധമായി പോയി എന്ന തിരിച്ചറിവ് ഈ കാലയളവിൽ അവർക്കുണ്ടായി എന്ന് സാരം. കാരണം കോടതിയിൽ ചെന്നാൽ ജാമ്യം ലഭിക്കുമെന്ന് കിട്ടിയാണ് അവർ ഇറങ്ങിയത്. നീയൊക്കെ ചെന്ന് കയറിക്കൊടുക്കുക, ഞങ്ങൾ നോക്കിക്കോളാം എന്ന നേതാക്കന്മാരുടെ വാക്ക് കേട്ട് ചെന്ന് കയറിക്കൊടുത്തതാണ് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഏതായാലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. പിണറായി വിജയൻ താമസിക്കുന്ന വാടക വീടിന് പുറത്തെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. വലിയ പോലീസ് സന്നാഹത്തോടു കൂടിയാണ് പ്രതികളെ സ്ഥലത്തെത്തിച്ചത്. പ്രധാന ഗേറ്റിന് പുറത്തുള്ള റോഡിൽ വെച്ചാണ് പോലീസ് പ്രതികളിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. നിതിൻ രാജ്, മനോജ്, ജീവൻ, ഷാഹിൻ, ശ്രീജിത്ത് എന്നിവരെയാണ് തെളിവെടുപ്പിന് എത്തിച്ചത്. ഇന്ന് 4 മണി വരെയാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന കാര്യവും SIT അന്വേഷിക്കുന്നുണ്ട്. ഇക്കാര്യം പോലീസ് കസ്റ്റഡി അപേക്ഷയിൽ കോടതിയെ അറിയിച്ചു. പ്രതികൾ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തണം, കൂട്ടുപ്രതികളെ തിരിച്ചറിയണം, CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് കൂടുതൽ പ്രതികളെ കണ്ടെത്തണം തുടങ്ങിയ ആവശ്യങ്ങളാണ് SIT കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് അംഗീകരിച്ചാണ് കോടതി 1 മുതൽ 5 വരെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കേസിൽ ഇതുവരെ 46 പ്രതികളെയാണ് തിരിച്ചറിഞ്ഞത്. ഇതിൽ 26 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ്. പ്രതികളുടെ പ്രവൃത്തി ഗുരുതര കുറ്റകൃത്യമാണെന്നും സമൂഹത്തിന് എതിരായിരിക്കുന്നു എന്നുമാണ് പ്രോസിക്യൂട്ടർ കല്ലംപള്ളി മനു വാദിച്ചത്. പ്രതികൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലായിരുന്ന ED ഉദ്യോഗസ്ഥരെ യാതൊരു പ്രകോപനവും കൂടാതെ ആക്രമിച്ച് കൊലപ്പെടുത്താനും അവരുടെ ജോലി തടസ്സപ്പെടുത്താനും ശ്രമിച്ചെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രധാന ആരോപണം. എന്നാൽ കഴിവിന്റെ പരമാവധി പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രതികൾക്ക് ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള നീക്കങ്ങളായിരുന്നു പ്രതിഭാഗത്തു നിന്നും ഉണ്ടായ വാദമുറകൾ. അതിലെടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട വാദമുറകളിൽ ഒന്ന് എന്ന് പറയുന്നത് ED ഉദ്യോഗസ്ഥർ കൃത്യനിർവഹണത്തിലല്ലായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല പൊതുമുതൽ നശിപ്പിച്ചു എന്ന കേസ് നിലനിൽക്കില്ല, കാരണം അത് ED ഉദ്യോഗസ്ഥരുടെ ഡയറക്റ്റായിട്ടുള്ള വാഹനമല്ല എന്നുള്ളതാണ്. എന്നാൽ ഇതെല്ലാം ഈ പാർട്ടി ക്യാപ്സുകളെല്ലാം കോടതിയിൽ പൊളിച്ചടുക്കിക്കൊണ്ട് പ്രോസിക്യൂഷൻ അവരുടെ വാദമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഒരു ED ഉദ്യോഗസ്ഥർ ഒരു കാർ റെന്റിന് രാവിലെ എടുക്കുകയാണെങ്കിൽ അത് അവരുടെ ജോലി കഴിഞ്ഞ് തിരിച്ച് ആ ED ഓഫീസിൽ എത്തുന്നത് വരെ അല്ലെങ്കിൽ ആ റെന്റ് കൊടുത്തു കഴിഞ്ഞ്, അതായത് 12 മണിക്കൂർ നേരത്തേക്കോ 24 മണിക്കൂർ നേരത്തേക്കോ ആയിരിക്കാം ആ വാഹനം റെന്റിന് എടുത്തിട്ടുണ്ടാവുക. അതുവരെ ആ വാഹനം EDയുടെ അണ്ടർ കസ്റ്റഡിയിലാണ് വരുന്നത് എന്നുള്ളതാണ്. അതായത് EDയുടെ വാഹനമായി തന്നെയായിരിക്കും അതുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ആ മുതൽ നശിപ്പിക്കുമ്പോൾ കാറ് എന്ന് പറയാൻ അതിലൊന്നുമില്ല, കാരണം ചില്ലുകളെല്ലാം തകർത്തു. കാറിനകത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടിക വെച്ച് ഇടിക്കുന്നു, ഈ കല്ല് കൊണ്ട് ഇടിക്കുന്നു, കുപ്പിയേറി
വലിച്ചെറിയുന്നു, അതുപോലെ തന്നെ മുട്ട എറിയുന്നു, കൈവച്ചിടിക്കുന്നു, അങ്ങനെ നിരവധി കുറ്റകൃത്യങ്ങൾ. അതായത് ഒരു കൂട്ടം ആളുകൾ ഇത് ആക്രമിക്കുന്നു, കാർ ആക്രമിക്കുന്നു, ഒരു കൂട്ടം ആളുകൾ കാറ് മുന്നോട്ട് എടുക്കുന്നത് തടസ്സപ്പെടുത്തി നിർത്തുന്നു. അതായത് ഈ പറയുന്ന EDയുടെ കാറ് ഓടിച്ചിരുന്ന ആ ഡ്രൈവർക്ക് വാഹനം മുന്നോട്ടെടുത്തു കഴിഞ്ഞാൽ പലരുടെയും ജീവൻ ആപത്താകും എന്ന് കരുതി അദ്ദേഹം കാറ് പതിയെയാണ് ഓടിച്ചുകൊണ്ടത്. കാരണം അതിനെ അവിടെ നിവർത്തിയുള്ളൂ എന്നുള്ളതാണ്. ഒന്നല്ല, രണ്ടല്ല, 3 കാറുകളാണ് ഇത്തരത്തിൽ ആക്രമിച്ചത്. എന്നിട്ട് എന്തുണ്ടായി? ഒടുവിൽ ഈ പറയുന്ന പോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഇറങ്ങുകയും മുഷ്ടി ചുരുട്ടി ആകാശത്തെ കാണിക്കുകയും ചെയ്തപ്പോൾ ആവേശഭരിതം ഒന്നുകൂടി ഊറി കയറി. എന്തിനേറെ പറയുന്നു, മുഖ്യമന്ത്രി പോട്ടെ, അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി പോട്ടെ, ശിവൻകുട്ടിയോ അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസോ ഈ പാർട്ടി അംഗങ്ങളെ ആരെയും അവിടെ കണ്ടിരുന്നില്ല തെളിവെടുപ്പിന് വന്നപ്പോൾ. ഏതോ ഒരു കുറ്റം, വ്യക്തിപരമായ കുറ്റം ചെയ്തതിനു ശേഷം അവർ വരുന്നു, തെളിവെടുക്കുന്നു, പോകുന്നു എന്ന മട്ടിലായിരുന്നു. ആർക്കു വേണ്ടി ചെയ്തു? മുൻ മുഖ്യമന്ത്രിക്കും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന് വേണ്ടി ചെയ്തു. എന്തിനു ചെയ്തു? പിണറായി വിജയന്റെ മകൾക്കെതിരെ EDയുടെ അന്വേഷണം വന്ന് റെയ്ഡ് നടത്തിയപ്പോൾ അതിൽ പ്രകോപിതരായിരുന്നു ചെയ്തു എന്ന് പറഞ്ഞ ആരെങ്കിലും ഇപ്പോൾ മുന്നിലുണ്ടോ? ഇല്ല. ചെയ്യിച്ചവരാരെങ്കിലും ഇപ്പോൾ മുന്നിലുണ്ടോ? ഇല്ല. ആരെങ്കിലും നോക്കാനുണ്ടോ? ഇല്ല. സ്വന്തം വീട്ടുകാരുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്? ഖേദകരം എന്നേ പറയാൻ കഴിയൂ. എന്തായാലും വീണ വിജയൻ പ്രതിയാകുന്നു എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ വരികയും ആ പ്രതിപട്ടികയിൽ പിണറായി വിജയൻ കൂടി വരുന്നു എന്ന കാര്യങ്ങൾ അറിയുകയും ചെയ്യുന്ന, ജയിലിൽ കിടന്ന് ഇതെല്ലാം അറിയുകയും ചെയ്യുന്ന പ്രതികളുടെ ഓരോരോ അവസ്ഥകളെ എന്നേ പറയാൻ പറ്റൂ. CMR എക്സാലോജിക് പണമിടപാട് കേസിലെ പരിശോധനയ്ക്ക് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി. ആക്രമണത്തിന് പിന്നാലെ സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് അറിയിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. EDക്കെതിരെ നടന്ന ആക്രമണം CBI അന്വേഷണം എന്നാവശ്യപ്പെട്ട് കണ്ണൂർ സ്വദേശി നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരുടെ നിർദ്ദേശം. ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിലെടുത്ത കേസിന്റെ അന്വേഷണം ഒച്ചിഴയുന്ന വേഗത്തിലാണെന്നും അതിനാൽ CBI അന്വേഷണം വേണമെന്നുമാണ് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത്. എന്നാൽ സംഭവം നടന്നിട്ട് 10 ദിവസം പോലും തികഞ്ഞിട്ടില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ ചൂണ്ടിക്കാട്ടി. പോലീസ് നടപടിയെടുക്കില്ല എന്ന് ഇപ്പോൾ എങ്ങനെ പറയാനാകുമെന്നും ഫെഡറൽ സംവിധാനത്തിൽ കേസ് അന്വേഷിക്കാനുള്ള അവകാശം സംസ്ഥാന പോലീസിനാണെന്നും അസാധാരണമായ കേസുകളിൽ മാത്രമാണ് CBI അന്വേഷണം പ്രഖ്യാപിക്കാറുള്ളതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ആക്രമണത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. തുടർന്ന് FIRന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇതുവരെ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകി. ഹർജിയിൽ കേന്ദ്ര സർക്കാരിനോടും EDയോടും കോടതി നിലപാട് തേടി. സംസ്ഥാനത്ത് നടന്ന അത്യപൂർവമായ സംഭവമാണിതെന്നും ഇതിൽ ശക്തമായ നടപടികൾ എടുക്കാതിരിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും ഹർജിക്കാരൻ വാദിച്ചു. ആക്രമണ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ തത്സമയം കണ്ടതാണ്. FIRൽ 300-ലധികം ആളുകൾ ഉൾപ്പെട്ടിട്ടും കേസിന് ഇതുവരെ 10-ൽ താഴെ ആളുകളെ മാത്രമേ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ആക്രമണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. ഹർജി അടുത്തയാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. മെയ് 27-ന് പിണറായി വിജയന്റെ വസതിയിൽ പരിശോധന നടത്തിയ ശേഷം മടങ്ങുകയായിരുന്ന ED ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്.